സമൂഹ മാധ്യമങ്ങളിലൊക്കെ അടുത്തിടെ പ്രചരിച്ച ഒരു കാര്യമുണ്ട്. ചില സ്ഥലങ്ങളിൽ ഭർത്താവിന്റെ പടം വെച്ച് പോസ്റ്റർ അടിക്കുന്നു, പക്ഷെ അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഭാര്യയാണ്. ഭാര്യ രംഗത്ത് വരുന്നില്ല. അത്തരം പ്രവണതകളെ നിരുത്സാഹപ്പെടുത്തേണ്ടതല്ലേ? തീർച്ചയായിട്ടും. നോക്കണങ്ങള് ചില നാടൻ മനുഷ്യന്മാരെ കൽബിലൊരു ഈമാൻ വന്നു, കട്ടകാലത്തിന് പെമ്പർന്നോളെ നിർത്തി. എന്നാൽ ഭാര്യയുടെ ഫോട്ടോ ഒരു പോസ്റ്ററിലും വരണ്ട, ഒരു ഫ്ലക്സിലും വരണ്ട. പകരം നാട്ടുകാർക്ക് പരിചയമുള്ളത് പെമ്പർന്നോളയല്ല തന്നെയാണ്. അതുകൊണ്ട് തന്റെ ഫോട്ടോ കിടക്കട്ടെ എന്ന് വിചാരിച്ച് ആരോ ഒരാൾ ഫോട്ടോ കൊടുത്താൽ അതിന്റെ നിലപാടെന്താണെന്ന് ചോദിച്ചാൽ ആദരണീയരായ തങ്ങളെ അങ്ങേക്കു പറയാമായിരുന്നു. എന്തേ ആരെ ഫോട്ടോ കൊടുക്കണ്ടെന്ന് പറഞ്ഞൂടെ? അതല്ല പറയണത്, ആ പെണ്ണിന്റെ ഫോട്ടോ തന്നെ കൊടുക്കണം. എന്നാൽ പാണക്കാട് സാദാത്തുക്കളിൽ നിന്ന് ഇതിനൊരു മാതൃക അങ്ങ് കാട്ടിത്തരുമോ സയ്യിദി? മാത്രമല്ല വനിതാ ലീഗിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക്, എല്ലാ സംഘടനയുടെയും അധ്യക്ഷ സ്ഥാനത്ത് പാണക്കാട് സാദാത്തുക്കളുണ്ട്, നല്ലത് തന്നെയാണ്. എന്നാൽ വനിതാ ലീഗിന്റെ സ്ഥാനത്തേക്ക് പാണക്കാട്ട് നിന്നും മഹിളകൾ ഇറങ്ങട്ടെ. വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ അവിടെയില്ലേ? അറിവുള്ള പെണ്ണുങ്ങളില്ലേ? അതേ ഉമ്മത്തിനൊന്ന് നേതൃത്വം കൊടുക്കാൻ പാണക്കാട്ട മഹിളമാരെ ഇറക്കി ഒന്ന് മാതൃക കാട്ടൂ തങ്ങള്. എല്ലാ ബഹുമാനവും വെച്ച് ഈമാനിന്റെ പേരിലുള്ള വെറുപ്പ് ഞങ്ങൾക്ക് പ്രകടിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. ഇത് ദീനല്ല മുഅ്മിനീങ്ങള്. സമുദായം ബഹുമാനിക്കുന്ന സാദാത്തുക്കൾ ഇങ്ങനെ പറഞ്ഞാൽ ആലിമീങ്ങൾ അതിന് വളം വെച്ചു കൊടുത്താൽ ഈ സമുദായം നശിച്ചു പോകുമല്ലോ. അതിനേക്കാളും നല്ലത് ഭൂമിയുടെ അകത്തിനേക്ക് അപ്പുറത്തേക്കാളും ഭൂമിയുടെ അടിയാണ് ഖൈറെന്ന് ഖാല റസൂലുള്ളാഹി. പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമല്ല. ഭാര്യയുടെ ചെലവിലെന്തിനാ ഭർത്താവ് പടം വെച്ച് തെരഞ്ഞെടുപ്പ് നേടുന്നത്? അല്ല പാപ്പ, ഫോട്ടോ തന്നെ വെക്കാതെ മത്സരിച്ചൂടെ? ആരെ ഫോട്ടോ വെക്കണ്ടല്ലോ ഇലക്ഷനിൽ ജയിക്കാൻ, അങ്ങനെയും മത്സരിച്ചൂടെ? അതെങ്കിലും അങ്ങേക്ക് പറഞ്ഞുകൂടായിരുന്നോ? സ്ഥാനാർത്ഥി ആരാണോ അവരുടെ പടം വെച്ച് തന്നെയല്ലോ തെരഞ്ഞെടുപ്പ് നേടും. മാണ്ടേ ഒരു ഫോട്ടോ വെക്കാതെ തെരഞ്ഞെടുപ്പിനെ നേരിടാം. അങ്ങനെ പറഞ്ഞാ പോരേനോ പാപ്പ? ഇങ്ങനെ പറയേണ്ടിയിരുന്നോ? ഇത് വേലി വിളതിന്നലല്ലേ? ഇത് സമുദായത്തിന് അപകടം വരുന്ന കാര്യമല്ലേ? ഇങ്ങനെ പോയാൽ ഈ സമുദായം എവിടെ എത്തുമെന്ന് സമുദായത്തിലെ ഉലമാക്കൾ ചിന്തിക്കേണ്ടതല്ലേ? പക്ഷേ ഇത് അവസാനിക്കുമ്പോൾ ഒരു കാര്യം കൂടി പ്രത്യേകം ഞാൻ നിങ്ങളെ ഓർക്കുകയാണ്. സമസ്ത ഇന്ന് ഒരു പ്രതിസന്ധിയിലാണുള്ളത്. പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ സമസ്തക്കാരുടെയും പ്രത്യേക സഹായം വേണമെന്ന് സഹായം അപേക്ഷിക്കുകയല്ല, സമസ്തയെ തകർക്കാൻ വേണ്ടി അകത്തു നിന്നും പുറത്തു നിന്നും ഒരുപോലെ കച്ചകെട്ടി ഒരുങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ പല ആളുകളും ഈ സ്റ്റേജിലുള്ളവർ പോലും അത്തരക്കാരെ പിന്തുണക്കുകയും അവരോട് സഹായിക്കുകയും ചെയ്യുന്നു എന്നതിൽ എനിക്ക് വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ടും എനിക്ക് അവരോട് എതിർപ്പുണ്ട് എന്ന് ഞാൻ ഈ സമയത്ത് തുറന്നു പറയാം. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ സദസ്സിൽ ഒരുപാട് ആളുകൾ പേര് വായിച്ചു. ഈ പേര് വായിച്ച ആളുകളെ പ്രസംഗിക്കുന്ന സമയത്ത് ഒരിക്കലും സമസ്ത കേരള ജമിയത്തുലമായുടെ ആശയാദർശങ്ങൾക്ക് നീളമായിട്ടോ അവരുടെ സ്വന്തം അഭിപ്രായങ്ങളോ ഈ സ്റ്റേജിൽ വെച്ച് പറഞ്ഞാൽ നാളെ പത്രത്തിലല്ല ഈ സ്റ്റേജിൽ തന്നെ ഒരു മറുപടി ഉണ്ടാവും എന്നുകൂടി ഞാൻ ഈ സമയത്തോട് ഒത്തുകയാണ്. അതിന് പല കാരണങ്ങളില്ല. അതുകൊണ്ട് സമസ്തയുടെ ആശയത്തിനും ആദർശത്തിനും ഇതായിട്ട് ഏതെങ്കിലും പ്രവർത്തകന്മാരോ നേതാക്കന്മാരൊക്കെ ഈ സ്റ്റേജിൽ വെച്ച് വല്ലതും പറഞ്ഞാൽ നാളെ പത്രത്തിലുള്ള മറുപടി ഈ സ്റ്റേജിൽ തന്നെ ഉണ്ടാകും എന്ന് അറിയിച്ചുകൊണ്ട് സമസ്തനെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ഏത് പ്രശ്നം വരികയാണെങ്കിലും സമസ്ത എന്താണ് അതിൽ പറയുന്നത് എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മറ്റുള്ളവർ പല നുണയും പറയും. അതൊക്കെ അംഗീകരിച്ച് കോണേക്ക് പോവുകയാണെങ്കിൽ അപകടത്തിൽ പെട്ടുപോകും. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഹക്കീം ഫൈസിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പേ മനസ്സിലാക്കിയ എൻ്റെ ശരിക്ക് കൂടിയാണ്. ഹക്കീം ഫൈസിയെ സംബന്ധിച്ച് നേരത്തെ നമുക്ക് അദ്ദേഹം ഈ തീരുമാനത്തിന് വിധേയനാകേണ്ട ആൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ തീരുമാനം വരുന്നതിന്റെ 4 ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ എല്ലാ കക്ഷിക്കാരും, അദ്ദേഹത്തിന്റെ കൂടെയുള്ള എല്ലാ കക്ഷിക്കാരുമായിട്ട് പൂക്കുളത്തൂർ കുഞ്ഞാപ്പു ഹാജിയുടെ വീട്ടിൽ വളരെ രഹസ്യമായി നിങ്ങൾ സമസ്തക്ക് വിധേയനായിക്കൊണ്ട് ഇവിടെ നിൽക്കണം, അല്ലെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ ആകെ തകരാറാവുമെന്ന് അദ്ദേഹത്തെ സംഘടനാ
പ്രവർത്തന വിരുദ്ധനായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആ തീരുമാനം വന്നപ്പോൾ അതിൻ്റെ 4 ദിവസം മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, നിങ്ങൾ ഒന്ന് സമസ്തക്ക് വിധേയനാകണം. ഇങ്ങനെ ഇതൊക്കെ നേടിയെടുത്തത് സമസ്തയുടെ കേന്ദ്രമായ വളാഞ്ചേരി മർക്കസിൽ വെച്ചാണ്. അവിടുത്തെ മുദരിസായിക്കൊണ്ടാണ് നിങ്ങൾ ഈ CIC മറ്റൊക്കെ ഉണ്ടാക്കിയത് നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ സമസ്തക്ക് വിധേയനാണ്. സമസ്തക്ക് വിധേയനായിക്കൊണ്ട് ഏത് നല്ല വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുകയാണെങ്കിലും ഇൻഷാ അല്ലാഹ് അതൊക്കെ വളരാനും ഒക്കെ ഉള്ള അവസരമാണ് ഈ കേരളത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്തന്റെ തീരുമാനത്തിന് വിധേയ ആൾക്കാർക്കും ഇനിയും തിരിച്ചു വരാം. അങ്ങനെ എത്രയോ തിരിച്ചു വന്ന ആൾക്കാരുടെ ചരിത്രം നമുക്കറിയാം. അദ്ദേഹത്തെ മാനസികമായുള്ള തിരിച്ചുവരവിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളൊക്കെ ഇപ്പോൾ ഒരു പരിപാടിയുണ്ട്, ഒരു കത്രിന്റെ സ്വഭാവം നമ്മളേക്കുള്ള ഒക്കെ കഷ്ണിച്ചാക്കുക. സൂചിന്റെ സ്വഭാവം നമ്മൾ ആ കഷ്ണിച്ചൊക്കെ പാട് തുന്നിച്ചേർക്കുന്ന സ്വഭാവമാണ് സൂചിക്കുള്ളത്. നമ്മൾ കത്രികളാകാൻ പാടില്ല. ഇന്നും എല്ലാ പോയിട്ട് ഒരു വാട്സപ്പ്, നമുക്ക് എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടാകും. ഇന്ന് പോയിട്ട് ഇനി വാട്സപ്പ് ഗ്രൂപ്പിൽ എങ്ങനെയാണ് ഇദ്ദേഹത്തെ ഒന്ന് ഈ രംഗത്ത് നിന്ന് പുറത്താക്കാൻ പറ്റാന്ന് ചിന്തിക്കുകയാണ്. നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് ഇയാളെ ഒഴിവാക്കണം, അതിന് ശ്രമിക്കുകയാണ്. അല്ല, നമ്മളെ പ്രസ്ഥാനം തന്നെ ഒഴിവാക്കണം, അതിന് ശ്രമിക്കുകയാണ്. ഇങ്ങനെ കത്രിന്റെ സ്വഭാവം നമ്മൾ മാറ്റിയെടുക്കണം. നമ്മൾ സൂചിന്റെ സ്വഭാവം തുന്നിച്ചേർത്തുകൊണ്ട് സമൂഹത്തിൽ നമ്മൾ മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം വിജയിപ്പിച്ചു തരുമാറാകട്ടെ. ഒരു ഫോട്ടോ ഇന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ദാറുൽ ഹുദയിൽ നിന്നാണ് ഫോട്ടോ വന്നിട്ടുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ മാറ്റി നിർത്തിയ ഹക്കീം ഫൈസി അടക്കം മുസ്തഫൽ ഫൈസി അടക്കമുള്ള ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഈ ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തിരിക്കുകയായിരുന്നോ ഈ കുത്തിത്തിരിപ്പിന് എന്ന് നമ്മൾ ന്യായമായിട്ട് സംശയിച്ചു പോവുകയാണ്. മാത്രമല്ല, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപനം എന്നറിയപ്പെടുന്ന, അങ്ങനെ അഡ്രസ്സ് ചെയ്യപ്പെട്ട, അങ്ങനെ ബ്രാൻഡ് ചെയ്യപ്പെട്ട ഒരു സ്ഥാപനമാണ് ദാറുൽ ഹുദ എന്ന് പറയുന്ന സ്ഥാപനം. ഈ സ്ഥാപനത്തിൽ ഇങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പുറത്താക്കിയ വ്യക്തികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമസ്തയുടെ പ്രവർത്തകരെയും നേതാക്കളെയൊക്കെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം തെരഞ്ഞെടുപ്പിൻ്റെ പിറ്റേ ദിവസം തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നത് നമ്മളല്ല കേട്ടോ, നമ്മളല്ല. ഇത് ശരിയല്ല എന്ന് പറയുന്നത് അതേ ദാറുൽ ഹുദയിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള ബഹാഉദ്ദീൻ ഉസ്താദിൻ്റെ ശിഷ്യനായ അഡ്വക്കറ്റ് ത്വയ്യിബ് ഹുദവിയാണ്. അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെ: ബഹാഉദ്ദീൻ ഉസ്താദും ഷാഫി ഹാജിയും ഹംസ ഹാജിയും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ബഹുമാനപ്പെട്ട സമസ്ത മാറ്റി നിർത്തിയ ആളുകളെ സ്വീകരിച്ചിരുത്തി അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത് സമസ്തയുടെ സ്ഥാപനം എന്ന നിലക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് എന്നാണ് അഡ്വക്കറ്റ് ത്വയ്യിബ് ഹുദവി ഈ ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ഷമീർ കൈമൽ എന്ന് പറയുന്ന സഹോദരനാണ് ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും പുതിയ ഫോട്ടോ ആണ്, ഇന്ന് സംഭവിച്ചതാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ എന്താണ് ഇവരുടെ പ്ലാൻ, എന്താണ് ഇതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യങ്ങൾ വ്യക്തമാവാനുണ്ട്. ഈ ത്വയ്യിബ് ഹുദവി ഷജറയാണ് എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ വരാൻ സാധ്യതയുണ്ട്. അവർക്കിനി ഷജറയല്ലാത്ത തനി ലീഗിൻ്റെ സൈബർ പോരാളിയായ മുഹമ്മദ് സ്വാലിഹിൻ്റെ നദ്വിയുടെ പോസ്റ്റ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. സമസ്തയുടെ സ്ഥാപനമായാണ് ഇന്നും ദാറുൽ ഹുദ അറിയപ്പെടുന്നത്. പൂർവസൂരികളുടെ വിശ്വാസ്യത ചൂഷണം ചെയ്ത് സമസ്തയുടെ സ്ഥാപനങ്ങൾ ചതിയിൽ കൈവശപ്പെടുത്തിയവരെയും മുഷാവറയിൽ നിന്ന് നടപടി നേരിടുന്നവരെയും സമസ്ത ഉന്നതാധികാരികളുടെ സമ്മതമില്ലാതെ സംഘടനയുടെ സ്ഥാപനങ്ങളിൽ കയറ്റിയിരുത്തുന്നത് ചുരുങ്ങിയ പക്ഷം സംഘടനാപരമായ ശുദ്ധ തെമ്മാടിത്തമാണ്. ഞങ്ങൾ ചോദ്യം ചെയ്യപ്പെടില്ലെന്ന ധിക്കാരമാണ് അവരെ അതിന് പ്രേരിപ്പിക്കുന്നത്. ഇത് എഴുതുന്നത് ഒരു ലീഗുകാരനാട്ടോ, ഉറച്ച ലീഗുകാരനാണ്. ഇനി ഷജറകൾ പറഞ്ഞു, ഷജറകളാണ് ഇതൊക്കെ പ്രശ്നം ഉണ്ടാക്കണമെന്ന് നിങ്ങൾ പറയണ്ട. സമസ്തയുടെ ചെലവിൽ ഇന്നും കഴിഞ്ഞു പോകുന്ന സ്ഥാപനമാണല്ലോ ദാറുൽ ഹുദ. സമസ്ത നടപടിയെടുത്ത് പുറത്താക്കപ്പെട്ട വലിഞ്ഞു കയറി വന്നവനോ ഉളുപ്പില്ല.
സമസ്ത ഏൽപ്പിച്ച അമാനത്ത് കൈകാര്യം ചെയ്യുന്നവരും അവരെപ്പോലെയായി. മുസ്ലിം ലീഗ് നേതൃത്വത്തെ പബ്ലിക്കിൽ അധിക്ഷേപിച്ചതിൻ്റെ പേരിൽ പാർട്ടി ഒരാളെ പുറത്താക്കിയെന്ന് കരുതുക. അയാൾ ഇന്നും പാർട്ടിക്ക് വിധേയപ്പെടാതെ തൻ്റെ ധിക്കാര മനോഭാവമായി മുന്നോട്ടു പോകുന്നുവെന്നും വിചാരിക്കുക. ശേഷം ലീഗിൻ്റെ ഉന്നത നേതൃത്വത്തെ കുറ്റിപ്പൊന്തകളാക്കി പുറത്താക്കപ്പെട്ട ഇവനെ പാർട്ടി ആസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ജില്ലാ മണ്ഡല അംഗങ്ങൾ വിളിച്ചിരുത്തിയാൽ ലീഗ് നേതൃത്വവും അണികളും സംഘടനാപരമായി എത്ര കണ്ട് അസ്വസ്ഥരാകും. അതുതന്നെയാവും ഇന്ന് സമസ്ത ഉന്നത നേതൃത്വവും അതിൻ്റെ അണികളും സംഘടനാപരമായി അനുഭവിക്കുന്നുണ്ടാവുക. ലീഗിലെ KT ജലീലും കുന്നത്ത് മുഹമ്മദുമൊക്കെയാണ് സമസ്തക്ക് ഇന്ന് ആദർശേരിയും അൽഫൈസിയും. സമസ്തയിൽ നിന്ന് പുറത്താക്കാൻ കുറ്റപത്ര കത്ത് തയ്യാറാക്കിയ ആള് തന്നെ കാലുമാറി പുറത്താക്കപ്പെട്ടവനെ സ്വീകരിക്കുന്ന സ്ഥിതിവിശേഷത്തിന് നാട്ടിൽ പറയുന്ന പേര് വേറെയാണ്. അതായത് നദുവിനെയാണ് ഉദ്ദേശിച്ചത്. ഈ ഹക്കീം ഫൈസിയെ പുറത്താക്കാൻ കുറ്റപത്രം തയ്യാറാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് നദുവിയാണല്ലോ. മൂപ്പരെന്നെ കാലുമാറിയിട്ട് മൂപ്പര സ്ഥാപനത്തിൽ വിളിച്ചു വരുത്തിക്കാം. അതിനൊരു പേരുണ്ടെന്നാണ് പറയുന്നത്, ഞാനിവിടെ പറയണില്ല. സമസ്തക്ക് എന്ത് ചാബല്യമുണ്ടാകട്ടെ, ഒരു സംഘടന എന്നുള്ള പരിഗണന അതിൻ്റെ 40 മുഷാവറയിൽ ഇരിക്കുന്നയാൾ അതിനോട് കാണിക്കുന്നതല്ലേ കേവല മര്യാദ. സംഘടനയുടെ കെട്ടുറപ്പ് ദുർബലപ്പെടുത്താൻ സമസ്തയുടെ പദവി ദുരുപയോഗം ചെയ്യുന്നത് അന്തസ്സിന് നിരക്കുന്നതായി കാണാനാവില്ല. ആധുനിക AI റോബോട്ടിക് സംവിധാനം ഇസ്ലാമിക് കലാലയങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഷമീർ കയമ്മൽ എന്ന വ്യക്തി സംഘടിപ്പിച്ച പരിപാടിയാണെന്നാണ് ന്യായം. സമസ്തയിൽ നിന്ന് നടപടി നേരിടുന്ന വ്യക്തികൾ സമസ്തയുടെ സ്ഥാപനങ്ങളിൽ അത്തരമൊരു പരിപാടിയിൽ സംബന്ധിക്കുന്നത് സ്ഥാപന മേധാവികൾ മുൻകൂട്ടി അറിയില്ലേ? ഞങ്ങളുടെ മാതൃസംഘടനയായ സമസ്ത അവരുമായുള്ള പ്രശ്നങ്ങൾ തീരുന്നതുവരെ അവരെ സമസ്തയുടെ സ്ഥാപനമെന്ന നിലയ്ക്ക് ഇവിടെ സ്വീകരിക്കാൻ സംഘടനാപരമായി ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ചെമ്മാട് ടൗണിൽ ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ ചേരാമെന്ന് നദവിക്കും ഷാഫിയാജിക്കും പറയാമായിരുന്നില്ലേ? ഇലക്ഷൻ തീർന്ന പിറ്റേന്നു തന്നെ ഫിത്ന ആരംഭിക്കാൻ വ്രതമെടുത്ത നിലപാടായിപ്പോയത്. എന്തുതന്നെ കുറ്റവും കുറവും പറഞ്ഞാലും ഈ തെരഞ്ഞെടുപ്പിൽ സമസ്തയുടെ ഉന്നത നേതൃത്വമായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങളും MT അബ്ദുള്ള മുസ്ലിയാരുമൊക്കെ എത്ര മാന്യവും ആത്മാർത്ഥവുമായാണ് ലീഗിനോട് പെരുമാറിയത്. ഇങ്ങനെ തുടങ്ങി ഉമർ ഫൈസിനെ കുറ്റം പറയുന്നുണ്ട്, പിന്നെ സമസ്തനെ പൊക്കി പറയുന്നുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. എന്തായാലും അതൊക്കെ അവൻ എഴുതുന്നതിൻ്റെ ഇടയ്ക്കും കാര്യം പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് പുറത്തു നിന്നുള്ള ഒരു വീക്ഷണം കറക്റ്റായിട്ടാണ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആണ് നമ്മളിത് വായിച്ചത്. അല്ലാതെ അവൻ്റെ മുഴുവൻ കാര്യങ്ങളെ അംഗീകരിക്കുന്നതുകൊണ്ടല്ല, മറിച്ച് പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ഒരു ലീഗുകാരൻ്റെ അഭിപ്രായം ആണ് ഈ പറഞ്ഞത്. അപ്പോൾ അത്രത്തോളം കരുതിക്കൂട്ടി തന്നെ സമസ്തക്കെതിരെ പടയൊരുക്കം നടത്തുക, ഇത് പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ആളുകൾക്ക് പോലും മനസ്സിലാകുന്നുണ്ട്. ഞങ്ങൾ ഷജറകളാണ് എന്ന് പറഞ്ഞു വന്നിട്ട് കാര്യമില്ല എന്നർത്ഥം. ഇനി അതിന് വന്ന രസകരമായൊരു കമൻ്റാട്ടോ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. പോടാ പോയി വീട്ടിൽ പറ, ദാറുൽ ഹുദ യഥാർത്ഥ കൈകളാൽ തന്നെയാണ് നടത്തപ്പെടുന്നത്. സമസ്ത എന്ന് പറഞ്ഞാൽ നിന്റെ ഒന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല, സുന്നികളായ മുസ്ലിം ലീഗുകാരാൽ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ സമീപത്ത് പോലും നിരീശ്വരവാദികളായ ഷജറകൾ അടുപ്പിക്കില്ല. നിന്നെ പോലെയുള്ള സുന്നികളുടെ ശത്രുക്കൾ കരഞ്ഞു തീർക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ലാൽ സലാം സഖാവേ. അപ്പോൾ ഈ മുഹമ്മദ് സോലീനെയാണ് സഖാവേ എന്ന് വിളിക്കുന്നത്. നിരവധി പണ്ഡിതന്മാരെ സഖാവേ എന്ന് വിളിച്ച മുഹമ്മദ് സോലിക്ക് തന്നെ ഈ ഒരു സഖാവേ വിളി കിട്ടണം. എൻ്റെ പോസ്റ്റ് ഐഡിയിൽ നിരവധി ആളുകളാണ്, സൈബർ പോരാളികളാണ് എന്നെ സഖാവേ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. കാരണം സോലീനൊക്കെ സഖാവേ എന്ന് വിളിക്കുകയാണെങ്കിലേ നമ്മളൊക്കെ 1000 വട്ടം സഖാവേ എന്ന് വിളിച്ചോട്ടെ, യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് അവസ്ഥ. പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിലിപ്പോൾ നദ്വി ഉസ്താദിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഈ ഒരു വിഷയത്തിൽ ആരൊക്കെയാണ് ഇപ്പോൾ സമസ്തയുടെ ഒപ്പം നിൽക്കുന്നത്, ആരൊക്കെയാണ് നിൽക്കാത്തതെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ. സമസ്തയുടെ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ സമസ്തയുടെ കീഴ്ഘടകങ്ങളുടെ തലപ്പത്തോ ഒക്കെ ഇരിക്കുന്ന ആളുകൾ തന്നെ ഈ
ഇതേ ഹക്കീം ഫൈസി നേതൃത്വം നൽകുന്ന വാഫി ഓഫിയന്റെ പരസ്യം നൽകുക, അതിന് പ്രൊമോഷൻ ചെയ്യുക, ഇതൊക്കെയാണല്ലോ കാണുന്ന കാഴ്ച. എത്രത്തോളം മാതൃസംഘടനയെ അനുസരിക്കുന്നുണ്ട്, എത്രത്തോളം ഇവർക്കൊക്കെ അനുസരണ ഉണ്ട് എന്നുള്ളതിന് ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇത് സമസ്തക്കാർ മാത്രമല്ല, പുറത്തുള്ള ആളുകൾ പോലും ഇത് വിലയിരുത്തുന്നുണ്ട് എന്ന കാര്യം ഓർക്കണം. ഇവിടെ സ്വാലിഹ് പറഞ്ഞ വളരെ പ്രസക്തമായൊരു പോയിന്റ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ഇവർ ചെയ്തിട്ടും സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സമസ്തയുടെ പണ്ഡിതന്മാർ, വിശിഷ്യ സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെടുത്ത പക്വമായ ചില നിലപാടുകളുണ്ട്. തങ്ങളുടെ എന്തെങ്കിലും ഒരു ബൈറ്റ് ലീഗിനെതിരായിട്ട് കിട്ടുമോ എന്ന് നോക്കി വന്ന ഒരുപാട് മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു. പക്ഷേ വളരെ തന്ത്രപരമായിട്ട് സ്ത്രീ സ്ഥാനാർത്ഥിത്വ വിഷയത്തിലടക്കം വളരെ തന്ത്രപരമായിട്ട് ജിഫ്രി തങ്ങളൊക്കെ ഒഴിവാക്കായിരുന്നു. ഒരു വിവാദം നമ്മളെ സ്ഥാപനങ്ങൾക്കോ ഈ കെട്ടുറപ്പിനോ ബാധിക്കുന്ന തരത്തിൽ ഒന്നും ഉണ്ടാവണ്ട എന്ന് കരുതിയിട്ടാണ് സയ്യിദ് ജിഫ്രി തങ്ങൾ അങ്ങനെ ഒരു നിലപാടെടുത്തത്. ആ സമീപനം എത്ര പക്വതയോടെയാണ് അത് എടുത്തത് എന്ന് ആലോചിക്കണം. ലീഗിൻ്റെ പ്രവർത്തകന്മാർ ആലോചിക്കണം. മുഹമ്മദ് സ്വാലിഹ് ആലോചിച്ചതുപോലെ, അവൻ എഴുതിയതുപോലെ ലീഗിൻ്റെ ഓരോരോ പ്രവർത്തകന്മാരും ആലോചിക്കണം. എന്നിട്ട് പോലും ഈ ധിക്കാര നടപടിയുമായിട്ട് സമസ്തക്കെതിരെ മുന്നോട്ട് പോകാനാണ് ഭാവമെങ്കിൽ അതിൽ സമസ്തയുടെ പ്രവർത്തകന്മാർ മാത്രമല്ല അസ്വസ്ഥരാകുന്നത്, സമസ്തയ്ക്ക് പുറത്തുള്ള ആളുകൾ കൂടെ നിങ്ങളുടെ ഈ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.